അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ട കുട്ടികളെല്ലാവർക്കും സുഖമല്ലേ? കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ പരീക്ഷകളൊക്കെ കഴിഞ്ഞു. സന്തോഷകരമായിരിക്കും, എല്ലാവരും എഴുതിയിട്ടുണ്ടാകും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പേപ്പറിൻ്റെ വാല്യുവേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത ദിവസങ്ങളിലായി നിങ്ങൾക്ക് അതിൻ്റെ മാർക്കുകളൊക്കെ അറിയാൻ സാധിക്കും. ആപ്പിലൂടെയും ക്ലാസ് ടീച്ചർമാർ വഴിയൊക്കെ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കറിയാൻ സാധിക്കും. കഴിഞ്ഞ പരീക്ഷയ്ക്ക് മുമ്പുള്ള ക്ലാസ്സോടുകൂടി നമ്മുടെ അൽ വഹ്ദത്തുൽ ഊല ഒന്നാം ഭാഗം നമ്മൾ അവസാനിപ്പിച്ചു അല്ലേ? നന്നായിട്ട് നമ്മൾ പഠിച്ചു, പരീക്ഷ എഴുതി. പല കുട്ടികളും പല ക്ലാസ്സുകളും കേൾക്കാതെ അവസാന സമയത്താണ്, പരീക്ഷയുടെ തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിലാണ് വിളിച്ചുകൊണ്ട് മുൻപത്തെ ക്ലാസ്സിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നത്. അത് നിങ്ങളെ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പരീക്ഷ തുടങ്ങുന്നതിൻ്റെ മുമ്പൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ പ്രയാസമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ നിർബന്ധമായും ക്ലാസ് കേൾക്കുകയും അത് റിപ്പീറ്റ് ചെയ്ത് കേട്ട് അതിൽ നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ പറഞ്ഞ ഞാൻ പറയുന്ന ഭാഗങ്ങൾ നിർബന്ധമായും എഴുതിയെടുക്കുകയും കൂടാതെ നിങ്ങൾക്ക് ആവശ്യമുള്ള മീനിങ്സുകൾ, അർത്ഥങ്ങൾ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് വെക്കുകയും വേണം. കാരണം തൊട്ടടുത്ത് വരുന്ന ക്ലാസ് ഒരു പക്ഷേ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയോ അതിൻ്റെ വർക്കുകളോ ആണെങ്കിൽ അതിലെ മീനിങ്ങുകൾ നിങ്ങൾക്ക് കിട്ടാതെ ഈ വർക്കുകൾ ചെയ്യാൻ പ്രയാസപ്പെടും. അതുകൊണ്ട് ഓരോ ക്ലാസ്സുകളും ആ ക്ലാസ് എടുക്കുന്ന സന്ദർഭത്തിൽ, ആ ക്ലാസ് കേൾക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ അതിലെ മീനിങ്ങുകളും കാര്യങ്ങളും നോട്ട് ചെയ്ത് വെക്കൽ നിർബന്ധമാണ്, പഠിക്കണം. അല്ലെങ്കിൽ പിന്നീടുള്ള വർക്കുകൾ നിങ്ങൾക്ക് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. ഇന്ന് നമ്മൾ ക്ലാസ് 2ാം യൂണിറ്റാണ്. അൽ വഹ്ദത്തു സാനിയ ലി സലാമത്തിക്ക, നിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി. ഇതിൽ 3 ഭാഗങ്ങളാണ് ഉള്ളത്. അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് സ്വഹ് യാ അമ്മി, ലാ യാ സാറ, അസ്സുർഅത്തു ഖാത്തില. ഇങ്ങനെ 3 ഭാഗങ്ങളാണ് നമുക്ക് ഉള്ളത്. ഇതിൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഇന്ന് സമൂഹത്തിൽ ഏറ്റവും അധികരിച്ചു വന്ന അപകട മേഖലയായ റോഡ് ട്രാഫിക് നിയമങ്ങളെക്കുറിച്ചാണ് കാര്യമായിട്ട് നമ്മൾ ഈ പാഠഭാഗത്തിലൂടെ, യൂണിറ്റിലൂടെ ചർച്ച ചെയ്യുന്നത്. ട്രാഫിക് നിയമങ്ങൾ പാലിക്കാത്തതാണ് ഒട്ടുമിക്ക അപകടങ്ങളുടെയും അപകട മരണങ്ങളുടെയും കാരണമായി മാറുന്നത്. അതുകൊണ്ട് നമ്മളെയും നമ്മുടെ കുടുംബത്തെയും നാഥൻ അത്തരം അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് ആ നിയമങ്ങളെക്കുറിച്ച് നമുക്കൊരു ചെറിയ ബോധം ആണ് ഈ ക്ലാസ്സിലൂടെ നൽകുന്നത്. നമുക്ക് പാഠഭാഗത്തിലേക്ക് വരാം. 1ാമത്തെ ഭാഗം സ്വഹ് യാ അമ്മി. അത് ഖിസ്സത്തുൻ മുസവ്വറയാണ്. ഖിസ്സത്തുൻ മുസവ്വറ മീനിങ് ചിത്രകഥ. ചിത്രകഥകൾ എല്ലാവർക്കും വായിക്കാൻ വലിയ ഇഷ്ടമുള്ള സംഭവമാണല്ലോ. അതുകൊണ്ട് ചിത്രകഥ, അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. നമുക്ക് ആവശ്യമുള്ളതാണ് ഖിസ്സത്തുൻ മുസവ്വറ. ഖിസ്സത്തുൻ മുസവ്വറ ചിത്രകഥ. നോക്കാം. ഉൻളുർ യാ മാമ ഇലാ ഹാദർ റജുൽ കൈഫ യംശി. ഉൻളുരി. ഇതിലെ 3 കഥാപാത്രങ്ങളാണുള്ളത്. ഒരു അന്ധനായ മനുഷ്യനും ഒരു ഉമ്മയും ഒരു മകനും. ഇതാണ് ഇതിലെ കഥാപാത്രങ്ങൾ. ഇതിൽ കുട്ടി പറയാണ്, ഉമ്മയെ വിളിച്ച്, യാ മാമ, നിങ്ങൾ നോക്ക്, ഇലാ ഹാദർ റജുൽ, ഈ മനുഷ്യനിലേക്ക് നോക്ക്, കൈഫ യംശി, ഇദ്ദേഹം എങ്ങനെയാണ് നടക്കുന്നത്. എന്നിട്ട് അങ്ങ് ചിരിക്കുകയാണ് കുട്ടി. അപ്പോൾ ഉമ്മ പറയാണ് 2ാമത്തെ ഭാഗത്ത്, ലാ തസ്ഖർ യാ ബുനയ്യ, ലാ തസ്ഖർ, നീ പരിഹസിക്കരുത്. യാ ബുനയ്യ, പൊന്നുമോനെ, നീ പരിഹസിക്കരുത്. അപ്പോൾ കുട്ടി ചോദിക്കുകയാണ്, ലി മാദാ യഹ്മിലു റജുലു അൽ അസ്വ മീനിങ് വടി അല്ലേ? അസ്വ സ്റ്റിക്ക്. ലിമാദാ യഹ്മിലു റജുലു, ഇദ്ദേഹം എന്തിനാണ് ഒരു വടി കയ്യിൽ പിടിച്ചിട്ടുള്ളത്. യാ ബുനയ്യ, പൊന്നുമോനെ, ഇന്നഹു അഴമ മീനിങ് അന്ധൻ, കണ്ണ് കാണാത്ത ആൾക്കാണ് അഴമ എന്ന് പറയാം. ഇന്നഹു, തീർച്ചയായും അദ്ദേഹം അദ്ദേഹം ഒരു കണ്ണ് കാണാത്ത മനുഷ്യനാണ്. വഹാദിഹിൽ അസ്വ, ഈ വടിയാണ് ഐനാഹു, അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ഈ വടിയാണ് അല്ലേ? കണ്ണ് കാണാത്ത ആളുകൾ ആ വടി ഇങ്ങനെ ഭൂമിയിൽ തട്ടിച്ചിട്ടാണ് എവിടെയും പ്രയാസമുണ്ടോ കുഴികളുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് അവർ നടക്കാറുള്ളത്. അതുകൊണ്ട് ഈ അന്ധനായ മനുഷ്യൻ്റെ കണ്ണാണ്
എന്ത് ഈ വടി എന്ന് ഉമ്മ പറഞ്ഞു കൊടുക്കുകയാണ്. സായിദ് യാ ബുനയ്യ, സായിദ് ഒന്ന് സഹായിക്ക്, യാ ബുനയ്യ കുഞ്ഞുമോനെ. സായിദ് ഉമ്മ പറയുകയാണ് കുട്ടിയോട്, സായിദ് യാ ബുനയ്യ, നീ ഒന്ന് ആ അന്ധനെ ഒന്ന് സഹായിച്ചു കൊടുക്ക്, ആ റോഡൊന്ന് മുറിച്ചു കടക്കാൻ നീ ഒന്ന് സഹായിച്ചു കൊടുക്ക്. യാ വലതി ഇൻതബിഹ് ഇലൽ ഇഷാറ, അദ്ദേഹം ആ അന്ധനായ മനുഷ്യൻ കുട്ടിയോട് പറയാണ്, യാ വലതി ഇൻതബിഹ്, നീ എനിക്ക് കാണിച്ചു തരണം. നീ കാണിച്ചു തരണം എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കി തരണം. ഇലൽ ഇഷാറത്തി, ഇഷാറത്ത് എന്ന് പറഞ്ഞാൽ സൂചന അല്ലേ? സൂചന. ഇവിടെ നമുക്ക് കടക്കുവാനുള്ള സ്ഥലങ്ങളുണ്ടാകും. റോഡ് മുറിച്ചു കടക്കാൻ എല്ലാ സ്ഥലത്തും പോയി റോഡ് മുറിച്ചു കടക്കാൻ പാടില്ല അല്ലേ? റോഡുകൾ ക്രോസ് ചെയ്യാനുള്ള, മുറിച്ചു കടക്കാനുള്ള പ്രത്യേകമായ മാർക്ക് ചെയ്ത സ്ഥലങ്ങളുണ്ടാവും. ആ സ്ഥലങ്ങൾ മാത്രമേ കടക്കാവൂ. അതല്ലാതെ ഇഷ്ടമുള്ള സ്ഥലത്ത് കൂടെ ഓടിപ്പോയി കഴിഞ്ഞാൽ അത് വണ്ടി പെട്ടെന്ന് വന്ന് അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ അന്ധൻ കുട്ടിയോട് പറയാണ്, എനിക്ക് നമുക്ക് റോഡ് മുറിച്ച് കിടക്കാനുള്ള സ്ഥലം ഒന്ന് കാണിച്ചു താ. സ്വഹിയ അമ്മി, ശരി. കുട്ടി പറയാണ്, ശരി, ഓക്കെ. അങ്ങനെ അതിന് കുട്ടി റോഡെല്ലാം ഈ അന്ധനെ മുറിച്ച് കിടക്കാൻ സഹായിച്ചതിന് ശേഷം ഈ അന്ധൻ കുട്ടിയോട് ചോദിക്കുകയാണ്, മസ്മുക്ക യാ വലതി, മസ്മുക്ക, നിൻ്റെ പേരെന്താണ്? യാ വലതി, മോനെ നിൻ്റെ പേരെന്താണ് എന്ന് കുട്ടിയോട് അന്ധൻ ചോദിക്കുകയാണ്. ഇതാണ് ഈ ചിത്രകഥ. ഇതിൽ ഒരു നല്ലൊരു വർക്ക് നമുക്ക് ശേഷം വരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു വർക്കാണ് നുഐദു ഹിവാറൻ ദാറ ബൈനൽ അഴമ വൽ വാലിദ്. കുട്ടിയുടെയും ഈ അന്ധൻ്റെയും ഇടയിൽ ഒരു സംഭാഷണം നടക്കുകയാണ്. ആ സംഭാഷണം നമ്മൾ ഒന്ന് തയ്യാറാക്കി നോക്കാം അല്ലേ? ഞാൻ ചെറിയ രൂപത്തിൽ, നിങ്ങൾ ചെറിയ കുട്ടികളായതുകൊണ്ട് ചെറിയ രൂപത്തിൽ ഒരു ഹെൽപ്പ് ചെയ്യാം. അത് ഒന്നുകൂടെ വിശാലമായിട്ട് നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. മിനിമം ഞാൻ തരുന്ന ഈ ഹിവാറ് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതുകയും പഠിക്കുകയും വേണം. പരീക്ഷയ്ക്ക് വരും ഇത്തരം ഹിവാറുകൾ. പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഉണ്ടായിട്ടുണ്ടാകും. അപ്പോൾ പരീക്ഷകൾക്കൊക്കെ ഇത്തരം ഹിവാറുകൾ, സംഭാഷണങ്ങൾ എഴുതാൻ, കോൺവെർസേഷനായിട്ട് എഴുതാൻ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് നിർബന്ധമായിട്ടും ഉണ്ടാകും. അതുകൊണ്ട് ചെറിയ രൂപത്തിൽ നമ്മൾ എഴുതി പഠിച്ചെങ്കിൽ മാത്രമേ വലിയ സംഭാഷണങ്ങൾ നമുക്ക് എഴുതാൻ പറ്റുകയുള്ളൂ. നുഐദു ഹിവാറൻ ദാറ ബൈനൽ അഴമ വൽ വാലിദ്, കുട്ടിയുടെയും അതേപോലെ വാലിദല്ല വലത്, കുട്ടിയുടെയും അന്ധൻ്റെയും ഇടയിൽ നടക്കുന്ന സംഭാഷണം. അല്ലായ്മ. അപ്പോൾ നമുക്ക് സംഭാഷണം തയ്യാറാക്കാം. എവിടെ നമ്മൾ നിർത്തിയത്? അന്ധൻ ചോദിക്കുകയാണ് കുട്ടിയോട്, മസ്മുക്ക അല്ലേ, മോനെ നിൻ്റെ പേരെന്താണെന്ന്. ആ കുട്ടിയുടെ പേര് മുസ്അബ് എന്നാണ്. കുട്ടിയുടെ പേര് മുസ്അബ്. അപ്പോൾ കുട്ടി അൽ വലതു എന്നുള്ളിടത്ത് കുട്ടി എന്തായിരിക്കും പറയുക? അന മുസ്അബ്, ഞാൻ മുസ്അബാണ് എന്ന് പറയും അല്ലേ? അപ്പോൾ അയമ ചോദിക്കുകയാണ്, മൻ ഇന്ദക്ക, നിൻ്റെ അടുത്ത് ആരാ നിൽക്കുന്നത്? അന്ധനക്ക് അറിയില്ലല്ലോ, കണ്ണ് കാണുന്നില്ലല്ലോ, പക്ഷെ ആരോ ഉണ്ട്. നേരത്തെ സംസാരം കേട്ടിട്ട് ആരോ ഉണ്ടെന്ന് മനസ്സിലായി. മൻ ഇന്ദക്ക, നിൻ്റെ അടുത്ത് ആരാ ഉള്ളത്? അപ്പോൾ കുട്ടി പറയാണ്, എന്തായിരിക്കും പറയുക? യെസ്, ഉമ്മി, എൻ്റെ ഉമ്മുൻ, ഉമ്മി എൻ്റെ ഉമ്മ അല്ലേ? മുമ്പ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കലമുൻ പേന, കലമി എൻ്റെ പേന. ഉമ്മുൻ ഉമ്മ, ഉമ്മി എൻ്റെ ഉമ്മ, എൻ്റെ ഉമ്മയാണ് എൻ്റെ അടുത്ത്. അയമ ഐന ഹുവ തറൂഹു, നീ എവിടേക്കാണ്? ഐന തറൂഹു, നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്? ഐന തറൂഹു, ഐന തറൂഹു. അയമ എന്നുള്ളിടത്ത് ഐന തറൂഹു. അന്ധൻ ചോദിക്കുകയാണ്, നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്? കുട്ടിയൽ വലതു ഇലസൂഖി, ഞങ്ങൾ അങ്ങാടിയിലേക്ക് പോവുകയാണ്. അപ്പോൾ അയമ പറയാണ്, അശാരിയു മുസ്ദഹിമുൻ ഇൻതബിഹിൽ മറാക്കിബ. അശാരിയു, റോഡ്, മുസ്ദഹിമുൻ, തിരക്ക് പിടിച്ച റോഡുകളാണ് അല്ലേ? ഭയങ്കര റഷായ, എപ്പോഴും വാഹനങ്ങൾ ഓടുന്ന, ചീറിപ്പായുന്ന റോഡുകളാണ്. ഇൻതബിഹിൽ മറാക്കിബ, നീ വാഹനങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയണം. അപ്പോൾ കുട്ടി എന്ത് പറയും? ഞാൻ അമ്മി. അപ്പോൾ അയമ പറയാണ്, ജസാക്കുമുല്ലാഹു ഖൈറൻ. ഇതാണ് പിന്നെ ഈ സംഭാഷണം. അപ്പോൾ ഈ സംഭാഷണത്തിൻ്റെ ഒരു ചെറിയ രൂപമാണ് നിങ്ങൾക്ക് ഞാൻ തന്നത്.
ഇനി ഒന്നുകൂടെ നിങ്ങൾക്ക് വിശാലമായിട്ട് ചില വാക്കുകളൊക്കെ ഒരുമിച്ച് കൂടെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അത് നിങ്ങൾ ശ്രമിക്കണം. മിനിമം ഇതെങ്കിലും എഴുതണം. ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗത്ത് ഈ കുട്ടി, ഈ മിസ്അബ് എന്ന കുട്ടിയും ഈ കുട്ടിയുടെ ഒരു സഹോദരിയുണ്ട്, സാറ എന്നാണ് ആ സഹോദരിയുടെ പേര്. അവർ തമ്മിലാണ് ഇനി കഥാപാത്രങ്ങളായിട്ട് ഈ കഥയുടെ തുടർച്ച വരുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ അത് നമുക്ക് കേൾക്കാം. അള്ളാഹു വിധിക്കട്ടെ. പിന്നെ അടുത്ത ക്ലാസ് ആകുമ്പോഴേക്ക് ഈ വർക്കുകളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ട് പൂർത്തിയാക്കണം. പാഠഭാഗങ്ങൾ ശരിക്കും പഠിക്കണം. റിപ്പീറ്റ് ചെയ്ത് കേട്ട് മീനിങ്ങുകൾ നിങ്ങൾ എഴുതിയെടുക്കണം. എങ്കിൽ മാത്രമേ ക്ലാസ്സിൻ്റെ തുടർച്ചകൾ മനസ്സിലാക്കുവാനും വർക്കുകൾ ചെയ്യാനും സാധിക്കുകയുള്ളൂ എന്ന് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് നിർബന്ധപരമായിട്ടും പറയുകയാണ്. അത് നിങ്ങൾ ചെയ്യണം. പിന്നെ ക്ലാസ് നമ്മുടെ ആപ്പിൽ നിന്ന് കഴിഞ്ഞു പോയാൽ പിന്നീട് അത് അപ്ലോഡ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കേൾക്കുന്ന സമയത്ത് തന്നെ എല്ലാം അത് നോട്ട്ബുക്കിലേക്ക് എഴുതണം എന്ന് നിർബന്ധമായിട്ടും ഞാൻ നിങ്ങളോട് പറയുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.